എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആസാനക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിലെ കല്ലാണ്. കുറച്ച് നാളുകൊണ്ട് ഇവൻ ഒരു വില്ലനായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആ പ്രദേശങ്ങളിലുള്ള മിക്ക ആളുകളും എന്നോട് പറയാറുണ്ട്, പിന്നെ കിഡ്നിയിൽ കല്ല് ഓപ്പറേറ്റ് ചെയ്തെടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ഓപ്പറേഷൻ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭാരിച്ച ചിലവുകളാണ്. അപ്പോൾ ആ ചിലവുകളിൽ നിന്നെല്ലാം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ഇത്രയും വലിയ ഒരു സാമ്പത്തിക ചെലവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് നിങ്ങൾക്ക് പറയണം, നിങ്ങൾക്ക് അത് പകർന്നു തരണം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഞാൻ എത്തുകയും വളരെ എളിമയായിട്ട് ഒരു സർക്കസും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അത് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ എന്റെ പരിചയത്തിൽ ഉള്ള 2-3 പേര് എനിക്കറിയാവുന്ന പിന്നെ ഒരു സുഹൃത്തിന്റെ ബന്ധുക്കളാണ്. അവര് പിന്നെ ഇതേപോലെ 2 ലക്ഷം 3 ലക്ഷം വരെ ആയി എന്നെല്ലാം പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചെയ്തു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ചെലവ് വളരെ വലുതാണ്. അത് മാത്രമല്ല, സ്ഥലം കിഡ്നിയാണ്. അവസാനം പിന്നെ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ എന്തായാലും പിന്നെ നമ്മുടെ പിന്നെ കിഡ്നിയിലെ കല്ല് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. കമന്റ് ബോക്സിൽ സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അതിനകത്ത് രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താലും മതി. അതിനകത്ത് രേഖപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവർക്കും അതിന് പ്രചോദനമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുക. അതേപോലെ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മള് കയ്യോന്നി, ഒരു പിടി കയ്യോന്നി. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വെള്ളപ്പൂവുള്ളത്, പിന്നെ ഒന്ന് മഞ്ഞപ്പൂവുള്ളത്. അപ്പൊ ഈ 2 ടൈപ്പും ഓരോ കൈപ്പിടി വേണം. അതേപോലെ കീഴാനെല്ലി ചെടി അറിയാവോ? താഴെ ഇങ്ങനെ കുരുകുരാന്നും പറഞ്ഞ് ഇങ്ങനെ കടുകുമണി പോലെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന കീഴാർ നെല്ലി. അതുകൊണ്ടാണ് അതിന് കീഴാർ നെല്ലി എന്ന് പേര് വന്നത്. നല്ല സൂപ്പർ ഒരു അടിപൊളി ഒരു സാധനമാണ്. അപ്പോ ഇതെല്ലാം കൂടി അരച്ചെടുക്കുക, വെള്ളം ഒഴിക്കണ്ട. ഇത് അല്ലാതെ അരച്ചെടുത്ത് ഒരു തുണിയിലിട്ട് അതിനെ ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ചാറ് കിട്ടും. ഈ ചാറ് ഡെയിലി ഒരു 10 മില്ലി വച്ച് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു വരികയാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, നിങ്ങളുടെ കിഡ്നിയിലെ കല്ല് ആദ്യം പൊടിഞ്ഞ് അത് അലിഞ്ഞ് അലുത്ത് അത് ഒന്നീ യൂറിനിൽ കൂടെ പോകും, അല്ലെങ്കിൽ അത് വേറെ മാർഗത്തിൽ കൂടെ പോകും. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് വെളിയിൽ പോയിരിക്കും. അതിന് പിന്നെ തർക്കമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് യൂറിനിൽ കൂടെ തന്നെ പോകും. അത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. ആ യൂറിൻ ഒഴിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ടിക്ക് എന്ന് പറഞ്ഞ് ഒരു സംഗതി പല ആളുകൾ എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത്. ഇതിനെ അത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഭാഷ ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ല ഒരു വൈദ്യമാണ്. പാരമ്പര്യമായിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതും ഞാൻ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും പുതിയ ഒരു വിഷയവുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.